ഇനി ജാഹിലിയ്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവിതാ സമാഹാരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മുഅല്ലഖ തന്നെയാണ്. മുഅല്ലഖയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടായിരുന്നു. ആ മുഅല്ലഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ അഷ്ഹറുൽ ഖസായിദിൽ ജാഹിലിയ്യ. ജാഹിലിയ്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഖസീദകളിൽപ്പെട്ടതാണ് മുഅല്ലഖ. ഇതൊരിക്കൽ ചോദിച്ചാണ്. വമിൻ മജാമി ലുഗത്തി വൽ അദബ്. ഇത് സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും മജാമികളാണ്, ഒരു സമാഹാരങ്ങളിൽപ്പെട്ടതാണ്. തതഅല്ലഖുൽ മുഅല്ലഖാത്തു ബിസൂഖി ഉഖാദ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ മുഅല്ലഖുകൾ ബന്ധപ്പെടുന്നത് ഉഖാദ് മാർക്കറ്റുമായിട്ടാണ്. കാരണം ഉഖാദിലാണ് കൂടുതൽ ഈ മുഅല്ലഖുകൾ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതുകൊണ്ടാണ്. അത് ഈ മുഅല്ലഖ എന്നതിന് പേര് ലഭിക്കാൻ കാരണം ചോദ്യങ്ങൾ വരാറുണ്ട്. ലിഅന്നഹ കുത്തിബത്ത്, അത് എഴുതപ്പെട്ടു. ഫിൽ ഖിബാത്തി. ഖിബാത്തി എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രമാണ്. ബിമാഇ ദഹബി, അത് സ്വർണ്ണമഷി കൊണ്ട് ഖിബാത്തിയിൽ ആ വസ്ത്രത്തിൽ എഴുതപ്പെട്ടു. വല്യക്കത്തൽ ആസ്താറിൽ കഴബ. അങ്ങനെ പല പ്രമാണങ്ങളും ആദരിക്കപ്പെടുന്ന പ്രമാണങ്ങൾ, അവർ ബഹുമാനിക്കുന്ന ചില പ്രമാണങ്ങളെ പ്രധാനപ്പെട്ട രേഖകൾ അവർ കഴബയിൽ കെട്ടി തൂക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു. കഴബയിൽ കെട്ടി തൂക്കി കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുള്ളതാണ്, വളരെ പരിഭാവനമായിട്ട് അവർ കരുതുന്നു. അതുകൊണ്ട് അത് കഴബയുടെ വിരികളിൽ അത് തൂക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മുഅല്ലഖ എന്ന് പേര് കിട്ടിയതെന്നാണ്. പക്ഷേ ഈ ഒരു പ്രസ്താവനയെ നിഷേധിച്ച ആളാണ് അബൂ ജഅഫർ നുഹാസ്. ഇത് അദ്ദേഹം നിഷേധിക്കുന്നു. അങ്ങനെ കഴബയിൽ കെട്ടി തൂക്കിയതല്ല എന്നൊക്കെ പറയും. വഖാല, അദ്ദേഹം പറയുന്നതാണ് ഇന്ന ഹമ്മാദുർ റാവിയ. വളരെ ശ്രദ്ധിക്കണം, ഹമ്മാദുർ റാവിയ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ഹുവല്ലദീ ജമഅ ഹാദിൽ ഖസായിദ. ഹമ്മാദുർ റാവിയാണ് ഈ ഖസീദകളെ സമാഹരിച്ചതും വസമ്മഹൽ മുഅല്ലഖ, അതിൽ മുഅല്ലഖ എന്ന് പേര് കൊടുത്തതും ഹമ്മാദുർ റാവിയാണ് എന്നാണ് അബൂ ജഅഫർ നുഹാസ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ കഅബയിൽ കെട്ടി തൂക്കപ്പെട്ട ചരിത്രം ശരിയല്ല എന്നാണ്. പക്ഷേ അദ്ദേഹം പിന്നെ എങ്ങനെയാണ് മുഅല്ലഖ എന്ന് പേര് കിട്ടിയത് എന്നുള്ളതിന് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം തന്നെ പേര് കൊടുത്ത പേരാണ്. അദ്ദേഹമാണ് മുഅല്ലഖ എന്ന് പേര് കൊടുത്തത്. അത് ഈ ഖസീദകൾ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയതാണെന്നൊക്കെ അബൂ ജഅഫർ നുഹാസ്. പക്ഷേ ചോദ്യത്തിലുണ്ടാവാറുണ്ട്, ആരാണ് ഈ ഖസീദകൾ ആദ്യമായി സമാഹരിച്ചത്? അത് ഹമ്മാദുർ റാവിയാണ്. ഈ ഹമ്മാദുർ റാവിയ എന്നുള്ള ആൾ പരിചയപ്പെടണം. അദ്ദേഹം ആരാണ്? ഒരു കൂഫക്കാരനായിരുന്നു. അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൂഫക്കാരൻ. അഷ്ഹർ റുവാത്തി അയ്യാമുൽ അറബ്. അപ്പോൾ പിൽക്കാലത്ത് വന്ന ആളാണ്. അയ്യാമുൽ അറബിൻ്റെ റാവികളിൽ ഏറ്റവും പ്രസിദ്ധനാണ്. അയ്യാമുൽ അറബ് നേരത്തെ പറഞ്ഞു, യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങളൊക്കെ സമാഹരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട റാവി കൂടിയാണ്. അവ്വലു മൻ ജമഅൽ മുഅല്ലഖാത്ത് ബിസ്മി സബ്ഉ തിവാൽ. സബ്ഉ തിവാൽ എന്ന പേരിൽ മുഅല്ലഖുകൾ ആദ്യമായിട്ട് സമാഹരിച്ച ഇദ്ദേഹമാണ്. അപ്പോൾ സബ്ഉ തിവാൽ എന്നൊരു പേരും കൂടി മുഅല്ലഖൊക്കെ ഉണ്ട്. ഒരിഫത്തിൽ മുഅല്ലഖാത്തു ബി അസ്മാഇൻ ഉഖറ. മുഅല്ലഖുകൾ വേറെയും പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേരുകൾ അസ്സമൂത്ത്, അതാണ് 2025 ചോദിച്ചിട്ടുള്ള ചോദ്യം. പിന്നെ അസ്സബ്ഉ എന്ന് പറയുന്നത്, അസ്സബ്ഉ തിവാൽ, അൽ മുദഹബാത്ത്, ഇതൊക്കെ മുഅല്ലഖുകളുടെ പേരുകളാണ്. ഇതിൽ സമൂത്ത് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ സബ്ഉ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുദഹബാത്ത് പലപ്പോഴും മുൻകാല ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. മുദഹബാത്ത്, എന്തുകൊണ്ട് മുദഹബാത്ത് എന്ന് പേര് വന്നു എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അഥവാ അത് സ്വർണ്ണ മഷിയിൽ കൊണ്ട് എഴുതപ്പെട്ടത് കൊണ്ടാണ് മുദഹബാത്ത് എന്ന് പേര് വന്നത് എന്ന് വരെ പറയപ്പെടാറ്. ഇനി നമുക്ക് അസ്ഹാബുൽ മുഅല്ലഖാത്തി സബഅ, ഈ 7 മുഅല്ലഖുകളുടെയും ആളുകളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യമായിട്ടുള്ള ഒന്ന് ഇംറുൽ ഖൈസ് തന്നെയാണ്. രണ്ടാമത്തെ ആൾ ത്വറഫത്ത് ബിൻ അബ്ദ്. മൂന്നാമത്തെ ആൾ സുഹൈർ ബിൻ അബി സലമ. അടുത്തത് ലബീദ് ബിൻ റബിയ, അംർ ബിൻ കുൽസൂം, അൻതറത്ത് ബിൻ ഷദ്ദാദ്, അൽ അബ്സി, അൽ ഹാരിസ് ബിൻ ഹിലിസ. ഈ 7 പ്രധാനപ്പെട്ട ആളുകളാണ് സബുൽ മുഅല്ലഖയുടെ ആളുകൾ. വേറെയും 3 ആളുകൾ ഫുഹൂൽ ഷുറാഉ സലാസ എന്ന് പറയും. 3 നമ്മൾ വേറെ ചില ആളുകൾ ഉണ്ടെങ്കിലും ഈ 3 പ്രധാനപ്പെട്ട ആളുകൾ, ഈ ഇംറുൽ ഖൈസ്, അതുപോലെ സുഹൈർ ബിൻ അബി സലമ, നാബിഗ, ഇവരെയാണ് നമ്മൾ പൊതുവെ ഫുഹൂൽ ഷുറാഉ എന്ന് പറയുന്നത്. കവികളിൽ പ്രധാനപ്പെട്ട പടുകൂറ്റൻ കവികൾ എന്ന് പറയാവുന്നത് ഈ 3 ആളുകളാണ്. ഇംറുൽ ഖൈസ്, സുഹൈർ, അതുപോലെ നാബിഗ. അതിൽ നമുക്ക് ആദ്യം ഇംറുൽ ഖൈസ് ബിൻ ഹജറുൽ കിന്ദിയെ പരിചയപ്പെടാം. നിരവധി ചോദ്യങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒന്നാണ്. വലിത ജുന്ദുഹ് ബിൻ ഹജറുൽ കിന്ദി, അദ്ദേഹത്തിൻ്റെ പേര് ജുന്ദുഹ് ബിൻ ഹജർ എന്നാണ്. നജിദ്, അദ്ദേഹം ജനിച്ചത് നജിദിലാണ്. യമനായിരുന്നു അദ്ദേഹത്തിൻ്റെ അസല്. ഖാൻ അബുഹു മലിക്കൻ അല ബനി അസദ്.
ഇദ്ദേഹത്തിൻ്റെ പിതാവ് ബനു അസദിലെ രാജാവായിരുന്നു. അതുപോലെ ഖത്ഫാനിലെയും. ഈ ബനു അസദ് ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട പോയിന്റുകൾ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഖുത്തില ബി ബനി അസദ്, അദ്ദേഹം കൊല്ലപ്പെടുന്നതും ബനി അസദിൽ തന്നെയാണ്. അത് ഇദ്ദേഹത്തിൻ്റെ പിതാവ്. ഉമ്മുഹു ഫാത്തിമ ബിൻതു റബിയ ഉഖ്തു ഖുലൈബുൽ മുഹൽഹിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ മുഹൽഹിലിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹമാണ് ആദ്യമായി ഖസീദ ഉണ്ടാക്കിയത്. ആ മുഹൽഹിലിൻ്റെ സഹോദരിയാണ് ഇദ്ദേഹത്തിൻ്റെ ഉമ്മ. ആ സഹോദരിയുടെ പുത്രനാണ് ഇദ്ദേഹം. ഫാത്തിമ എന്നാണ് പേര്. നഷഅ തറഫിൻ, ആഡംബര ജീവിതമാണ് അദ്ദേഹം ജീവിച്ചത്. അപ്പോൾ മുജൂൻ, അനാവശ്യ തോന്നിയാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, മുജൂൻ എന്ന് പറഞ്ഞാൽ ഒരു അധാർമിക ജീവിതം. നൽമുഷീറിൽ ഇബാഹി, ഒരു കവിത ധാരാളമായി അദ്ദേഹം രചിക്കും. ഇബാഹിയായിട്ട് എന്ന് പറഞ്ഞാൽ അനാവശ്യ കവിതകൾ, ഒന്നും നല്ലതുണ്ടാവില്ല. ഇബാഹിയായ ചില കവിതകളാണ്, ആഭാസകരമായ കവിതകളാണ് ഇബാഹി എന്ന് പറഞ്ഞാൽ. ഫതൊറദഹു അബൂഹു, അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതമായതുകൊണ്ട് തൻ്റെ പിതാവ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അകറ്റി. തൊറദ എന്നാണ് അകറ്റി എന്നാണ്, ആട്ടി ഒടിച്ചു എന്ന് അർത്ഥമുണ്ട്. വഖാൻ അസ്ഗർ ഔലാദി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ മകനായിരുന്നു ഈ ഇംറുൽ ഖൈസ്. ഫലമ്മ സമിയ ഖബർ മഖ്തല അബി, അദ്ദേഹം ഈ പിതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കേട്ടപ്പോൾ, പിതാവ് കൊല്ലപ്പെടുന്നത് ബനു അസദ് ഗോത്രത്തിൽ നിന്നാണ്. ആ ബനു അസദ് ഗോത്രക്കാരാണ് അദ്ദേഹത്തെ വധിച്ചിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ബഹുഫി ദമൂൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. യമനിലെ ദമൂൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം. അപ്പോൾ ഹലഫ, അദ്ദേഹം ഒരു സത്യം ചെയ്തു. എന്താണ്? അല്ല യഗ്സില, ഇനി മുതൽ അദ്ദേഹം എന്ത് ചെയ്യാം, ഇനി നനക്കൂല എന്ന്, അത്യാവശ്യം കുളിക്കൂല. ഗസല യഗ്സിലുന്ന, ഇനി അദ്ദേഹം കുളിക്കൂല. യഗ്സില യറൗസൗന്ന, തല നനക്കൂല, കുളിക്കൂല. വല യശ്രിബ ഖംർ, കള്ളു കുടിക്കൂല. ഹത്ത യുദ്രിക സഗ്റ ബിഹി, തൻ്റെ പിതാവിനോടുള്ള പ്രതികാരം അദ്ദേഹം നേടിയെടുക്കുന്നവരെയും. ബി ബനി അസദ്, ബനി അസദിൽ അദ്ദേഹത്തെ പിതാവിനെ കൊന്ന ആളുകളോട് പ്രതികാരം എടുക്കുന്നത് വരെ അദ്ദേഹം കുളിക്കൂല, കള്ളു കുടിക്കൂല എന്നൊക്കെ അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് വളരെ പ്രധാനപ്പെട്ടത്, ചില ചോദ്യങ്ങൾക്ക് വന്നിട്ടുള്ളത്. ലയ്യ അനി അബി സഗീറൻ, ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് എന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു, എന്നെ പാഴാക്കി കളഞ്ഞു, പിതാവ് എന്നെ ആട്ടി ഓടിച്ചു. ഹമ്മലനി ദമഹു കബീറൻ, വലുതായപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തത്തിന് പ്രതികാരമെടുക്കാനുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ലാ സ്വഹവ അല്യവും, ഇന്ന് ബോധം തെളിയലില്ല, ഇന്ന് മുഴുവൻ കുടി തന്നെ. വലാ സുക്രഗതൻ, നാളെ ലഹരിയുമില്ല, ഇന്ന് കുടിച്ച് ബോധം നഷ്ടപ്പെടും, നാളെ ഒരു തൽക്കും കുടിക്കൂല. അല്യോമ ഹംർ വഗദൻ അംർ, ഇന്ന് കള്ള് നാളെ കാര്യം എന്ന പ്രസിദ്ധമായ ഒരു വാചകം അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പല കബീലകളിലും ഇങ്ങനെ സഞ്ചരിച്ചു. യസാറഫിൽ ഖബായിലി യത്ലുബു നജ്ദത, സഹായം അന്വേഷിച്ചുകൊണ്ട് പല കബീലകളിലും അദ്ദേഹം ഓടിക്കയറി. ഫി ഗൈരി ജദ്വ, പക്ഷേ അതുകൊണ്ടൊരു ഫലം ഉണ്ടായില്ല, ആരും സഹായിച്ചില്ല. ഒക്കത് സുമ്മി അലിദാലിക്, ഇങ്ങനെ പല ഗോത്രങ്ങളിലും സഹായാഭ്യർത്ഥനയുമായിട്ട് ഇങ്ങനെ നടന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേര് കിട്ടിയ പേരാണ് അൽ മലിക്കുൽ ദലീൽ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, വൈദഗ്ധ്യ നടന്ന രാജാവ്. അതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചില കാര്യങ്ങളാണ്. തവജ്ജഹ ഇല സമൗഅൽ, അദ്ദേഹം സമൗഅൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവിടെ തന്നെ അറബികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായ ഈ കരാർ പാലനത്തിന് അറിയപ്പെട്ട, സത്യസന്ധതക്കും കരാർ പാലനത്തിനും പേര് കേട്ട ആളാണ് സമൗഅൽ. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം ചെന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു കേട്ടോ സമൗഅൽ. വസ്തൗദഅഹു ദുറൂഅൻ, അദ്ദേഹത്തിൻ്റെ പടയങ്കികളൊക്കെ അദ്ദേഹം അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. കാരണം ഇദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും പാരമ്പര്യമായി ഇദ്ദേഹത്തിന് കിട്ടിയ പടയങ്കികളും അതുപോലെ കുറേ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാജകുടുംബത്തിലല്ലേ ജനിച്ചത്. അപ്പോൾ അതൊക്കെ അദ്ദേഹം ഈ സമൗഅലിനെ ഏൽപ്പിച്ചു. കാരണം സമൗഅലിനെ ഏൽപ്പിച്ചാൽ അതവിടെ ഉണ്ടാവും, അതേമാതിരി തിരിച്ചു കിട്ടും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു കവി കൂടിയാണ് സമൗഅൽ. അങ്ങനെ കാന യതവാറസുഹ മുലൂക്ക് കിന്ദ, അത് കിന്ദയിലെ രാജാക്കന്മാർ പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ പടയങ്കികളാണ്. വദഹബൈലിൽ ഖൈസർ, അങ്ങനെ അദ്ദേഹം നേരെ പോകുന്നത് ഖൈസറിൻ്റെ അടുക്കലേക്കാണ്. ഖൈസർ, പേർഷ്യയിലെ രാജാവായ ഖൈസറിൻ്റെ അടുക്കലേക്ക്. അക്രമ യുഫാത്തുഹു, അപ്പോൾ രാജകുടുംബത്തിൽപ്പെട്ട കുടുംബാംഗമാണല്ലോ ഈ വരുന്നത്. അങ്ങനെ ആ ഇംറുൽ ഖൈസിൻ്റെ വരവിനെ അദ്ദേഹം ആദരിച്ചു. വലാക്കിന്നെ ഉറജ ഈ ആയിസൻ, പക്ഷേ അദ്ദേഹത്തെ സഹായിച്ചില്ല, നിരാശനായി മടങ്ങി. ഒഫി തരീക്ക്, പക്ഷേ വഴിയിൽ വെച്ചിട്ട്
തഫഷാ ഫിഹി ദാഉൻ, അദ്ദേഹത്തിന് രോഗം പടർന്നു പിടികൂടി. ആ രോഗം ഏതാണ്? കൽ ജൂദ്ര പോലെയുള്ള രോഗം. ജൂദ്ര എന്ന് ഉദ്ദേശിക്കുന്നത് വസൂരി രോഗം പോലെയുള്ള രോഗം പിടിപെട്ടു. ഫതഖറഹ ജിസ്മഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊക്കെ ചെറു വ്രണങ്ങളുണ്ടായി, മുറിവുകളുണ്ടായി, വ്രണങ്ങൾ ശരീരത്തിൽ മൊത്തം. കുല്ലുഹു വമാത വസന 40 വ500, ഏകദേശം 540 വയസ്സിൽ വർഷത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ച, കൂടുതൽ വർഷം ജീവിക്കാത്ത ഒരാളാണ്. ദുഫിന ഫി അങ്കറ ഇഹ്ദ മദായിനി റോം, റോമിലെ ഇന്നത്തെ ഒരു നഗരമാണ്, റോമിലുള്ള ഒരു അങ്കറയിലാണ് അദ്ദേഹം മറയപ്പെട്ടത്. വസുമ്മിയതിൽ ഖുറൂഹ്, അദ്ദേഹത്തിന് പല മുറിവുകളുള്ള ആൾ എന്ന് വരെ, മരിക്കുന്ന സമയത്ത് കുറേ വ്രണങ്ങളും മുറിവുകളൊക്കെ പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് ദുൽ ഖുറൂഹ് എന്ന പേരും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ പേരുകളൊക്കെ ലഖബുകളൊക്കെ ശ്രദ്ധിക്കണം. നല്ലമ മുഅല്ലഖതഹു, അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ അദ്ദേഹം രചിച്ചിട്ടുള്ളത് ബി സബബി ഹാദിസത്തിൻ, ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജറത്ത് മഅ ഹബീബത്തിഹി ഉനൈസ, അദ്ദേഹത്തിൻ്റെ ഹബീബത്ത് ഉനൈസയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവത്തിലാണ്. ആ ഉനൈസ ആരാണ്? ബിന്തു അമ്മിഹി, അദ്ദേഹത്തിൻ്റെ അമ്മിൻ്റെ മകൾ തന്നെയാണ്. ഷുറഹ്ബീൽ എന്നാണ് അമ്മിൻ്റെ പേര്. അത് നടന്ന ദിവസത്തെയാണ് യോമ ദാറത്ത് ജുൽജുൽ എന്ന് പറയുന്നത്. ദാറത്ത് ജുൽജുൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഖദീർ, ഒരു അരുവിയുടെ പേരാണ്, ഒരു തടാകത്തിൻ്റെ പേരാണ്. അവിടെ വെച്ചിട്ടാണ് ആ സംഭവം നടക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ്. ഖീല അന്നഹു അവ്വലു മൻ അജാദൽ ഖൗല ഫി ഇസ്തിഖാഫി സുഹബ്, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അദ്ദേഹമാണ് ആദ്യമായി കൂട്ടുകാരോട് നിൽക്കാൻ ആവശ്യപ്പെടുന്നത്. കിഫ എന്ന് പറയുന്നു. കിഫ നബ്കി, അല്ലേ, നിങ്ങൾ നിൽക്കുവിൻ. 2 പേര്, അദ്ദേഹത്തിൻ്റെ കൂടെ 2 പേരുണ്ടെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് അവരോട് നിൽക്കാൻ ആവശ്യപ്പെടുക. ആ ഇസ്തിഖാഫ് സുഹബ്, കൂട്ടുകാരോട് നിൽക്കാൻ ആവശ്യപ്പെടുക. എന്നിട്ട് വബുക്കാ ഉദ്ദിയാർ നബ്കി, നമുക്ക് കരയാം, അവിടെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് കരയാം എന്നൊക്കെ അദ്ദേഹം പാടി. ഈ ശൈലി ആദ്യമായി ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. തശ്ബീബു നിസ, അതുപോലെ സ്ത്രീകളോട് ശൃംഗരിക്കുന്ന ഈ കവിതയും ഉണ്ടാക്കിയത് അദ്ദേഹം. ഈ രൂപം ആദ്യമായി അറബിക് സാഹിത്യ കവിതയിൽ ഉണ്ടാക്കിയത് അദ്ദേഹം. അപ്പോൾ അവ്വലു മൻ ശബ്ബഹുന്ന, ആദ്യമായി സ്ത്രീകളെ ഇദ്ദേഹം ഉപമിക്കുകയും ചെയ്തു. ബിൽബായി, മാൻപേടകളെ കൊണ്ടും വൽ മുഹ, കാട്ടുപശുവിനെ കൊണ്ടൊക്കെ അവരുടെ കണ്ണുകളെ അദ്ദേഹം ഉപമിച്ചു. അജാദ വസ്ഫല്ലയിൽ, രാത്രിയെക്കുറിച്ച് നന്നാക്കി വർണ്ണിച്ചു. വൽ ഖൈൽ, കുതിരയെക്കുറിച്ച് നന്നാക്കി വർണ്ണിച്ചൊക്കെ ഇദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ഖാല അൻഹു അലി ബിൻ അബി ത്വാലിബ്, ഈ നവംബറിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, റഅയ്തുഹു അഹ്സനഹും നാദിറ, ഇദ്ദേഹത്തെ ഞാൻ ഏറ്റവും നല്ല ഒരു അസാമാന്യത, നാദിർ, ഒരു അസാധാരണ വ്യക്തിത്വമായിട്ടാണ് ഞാൻ കണ്ടത്. വസ്ബഖഹും ബാതിറ, വളരെ മുന്നിൽ പെട്ടെന്ന് എടുത്ത് പാടുന്ന ഒരാളാണ്. വൈനഹും ലം യഖുൽ റഹബത്തിൻ ഔ റഹബത്തിൻ, അദ്ദേഹം ഒരു താല്പര്യത്തിന് വേണ്ടിയോ ഏതെങ്കിലും ഭയമുള്ളത് കൊണ്ടോ അല്ല പാടിയത്. ഏറ്റവും പെട്ടെന്ന് അസാധാരണമായ രൂപത്തിൽ പെട്ടെന്ന് കവിത പാടുന്ന ഒരാളാണെന്ന് അലി റളിയല്ലാഹു അൻഹു ഇബ്നുൽ ഖൈസിനെ കുറിച്ച് പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇദ്ദേഹത്തിന് മുഅല്ലഖ ലാമിയത്താണ്, ലാമിൽ അവസാനിക്കുന്നതാണ്, ബഹറു ത്വബീലാണ്. ഏകദേശം 80ഓളം വരിയാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലുള്ളത്. ഇതും ചോദ്യങ്ങളിൽ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ തുടങ്ങുന്നത് തന്നെ കിഫാ നബ്കി മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. ഈ ദഖൂലും ഹൗമലും 2 സ്ഥലങ്ങളുടെ പേരുകളാണ്. ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിൽപ്പെട്ട വേറെയും ചില വരികൾ, വളരെ പ്രധാനപ്പെട്ട വരികൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വലൈലിൻ കമൗജിൽ ബഹരി അർഖാ സുദൂലഹു അലയ്യ ബി അൻവാഇൽ ഹുമൂമി ലിയബ്തലി അല അയ്യുഹ ലൈലു ത്വബീലു വലൻജലി ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻക ബി അംസലി. ഇതും ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. തറാബഅൽ ആറാമി ഫി അർസാതിഹ വഖീആനിഹ കഅന്നു ഹബ്ബു ഫുൽഫുലി, നമ്മുടെ കുരുമുളക് മണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മിഖറിൻ മിഫറിൻ മുഖ്ബിലിൻ മുദ്ബിരിൻ മാൻ കജുൽ മൂദി സഖ്രിൻ ഹത്ത ഹുസൈലു മിൻ അലി, കുതിരയെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പാടിയ ഈ വരികളൊക്കെയും ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വരികളാണ്. അജാറതന ഇന്ന ഗരീബാനി ഹാഹുന വകുല്ലു ഗരീബിൻ ലിൽ ഗരീബി നസീബു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസാന വരി. ഇങ്ങനെ നമുക്ക് ഇംറുൽ ഖൈസിനെ ഈ രൂപത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇംറുൽ ഖൈസുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ പല വർഷങ്ങളിലായി വന്നിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഇംറുൽ ഖൈസിൻ്റെ ഈ പോയിന്റുകളൊക്കെയും പഠിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്.
രണ്ടാമത് സുഹൈർ ബിൻ അബി സലമ, വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. ولد زهير في النجد وتوفي فيها ونشأ في بغني غطفان هو الشاعر الذي امتاز بالحكمة في شعره. അതിൻ്റെ കവിതയിൽ തത്വം കൊണ്ട് സവിശേഷമായി അറിയപ്പെട്ട ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഷായറുൽ ഹിക്മത്ത് എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇത് 2020 ചോദിച്ചാണ്. അത് അദ്ദേഹം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, വയറഫു ബിസ്വാഹിബിൽ ഹൗലിയാത്ത്, ഹൗലിയാത്തിൻ്റെ ഉടമയൻ. വയുത്തിലെ കൊലയെ അബീദു ഷീർ എന്ന് വിളിക്കാറുണ്ട്, കവിതയുടെ ഒരു അടിമ എന്ന അർത്ഥത്തിൽ വിളിക്കാറുണ്ട്. ഈ കാനത്തിൽ ഹൻസാവു ഷായിറ ഉഖ്തുഹു, ഇതൊരു സംശയമുള്ളൊരു വാക്കാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്നു ഹൻസാ എന്നുള്ളത്. പക്ഷേ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന മുഖ്ലറം കവികളിൽപ്പെട്ട ഹൻസ അല്ല ഈ കവയത്രി എന്നാണ്. ഇത് ഹൻസ വേറെ തന്നെയാണ്. ഒരു ഹൻസ എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഹൻസ അല്ല, നമ്മൾ അറിയപ്പെട്ട ഹൻസ എന്ന കവയത്രി അല്ല. പിന്നെ കഅബ് ബിൻ സുഹൈറും ബുജൈറും ഇദ്ദേഹത്തിൻ്റെ മകനായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. മിൻ സൗജത്തിഹി കബ്ഷ, തൻ്റെ കബ്ഷ എന്ന ഭാര്യയിൽ നിന്നുണ്ടായ. അപ്പോൾ ഇവിടെ ഹൻസാ ഇദ്ദേഹത്തിൻ്റെ ആണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും അറിയപ്പെട്ട ഹൻസ അല്ല അദ്ദേഹത്തിൻ്റെ സഹോദരി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അത് നമ്മൾ പറയണമെന്നില്ല. കഅബ് ബിൻ സുഹൈറും ബുജൈറും ഇദ്ദേഹത്തിൻ്റെ 2 മക്കളായിരുന്നു എന്ന് പറയാം. മദഹ സുഹൈർ ഹരിം ബിൻ സിനാൻ, സുഹൈർ ആരെയാണ് മദഹ് ചെയ്തതെന്ന് ഒരിക്കൽ ചോദിച്ചിരുന്നു. പ്രധാനമായിട്ടും ഹരിം ബിൻ സിനാനെയാണ്. ഒക്കാനി എഴുത്തിഹി അബ്ദൻ ഔ ഫറസൻ, ഈ സാധാരണ സുഹൈർ ഇങ്ങനെ മദഹ് ചെയ്യുമ്പോൾ ഈ ഹരിം ബിൻ സിനാൻ അവിടുത്തെ ഒരു അറിയപ്പെട്ടത് ഒരു രാജാവാണ്. അദ്ദേഹം ഒരു അമീറാണ്, വലിയ പണക്കാരൻ, സമ്പന്നനാണ്. അദ്ദേഹം ധാരാളമായി ഇദ്ദേഹത്തിന് കുറേ ഔദാര്യങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ഒക്കാന എഴുത്തി അബ്ദൻ, കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു അടിമയൊക്കെ കൊടുക്കും, ഔ ഫറസൻ അല്ലെങ്കിൽ ഒരു കുതിരയെ കൊടുക്കും. ഫസ്തഹിയ മിൻ കസ്റതി മാ കാന യുഖ്ബിൽ മിൻഹു, അപ്പോൾ കൂടുതൽ ഇങ്ങനെ വാങ്ങുന്നതിൽ സുഹൈറിന് ഒരു മടിയായി, ലജ്ജ തോന്നി. ഇസ്തഹിയാൻ ലജ്ജ തോന്നിയെന്നാണ്. എത്രയോ ഒരു മനുഷ്യനോട് ഔദാര്യം വാങ്ങുക. അപ്പോൾ ഹരിം ബിൻ സിനാൻ ഇങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ഔദാര്യങ്ങൾ കൊടുക്കും. അപ്പോൾ കുറേ അധികം ഇങ്ങനെ വാങ്ങുന്നതിലൊരു ലജ്ജ തോന്നിയപ്പോൾ ഖാല, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. ആര്? സുഹൈർ എപ്പോഴെങ്കിലും ഈ ഹരിമിനെ കാണുമ്പോൾ, സദസ്സിൽ വെച്ച് കാണുമ്പോൾ പറയും, ഐമൂ സബാഹൻ, നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇല്ല ഹരിമിനെ ഒഴിച്ചിട്ട് എന്ന് പറയും, ഹരിമിനെ ഒഴിവാക്കി പറയും. ഹരിമിനടുത്ത് ഇനിയും ഹരിമിനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ ഹരിമ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഔദാര്യം കൊടുക്കുമല്ലോ, അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പറയും, ഹൈറുക്കും മനിസ്തസ്നേത്തു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഞാൻ ആരെയാണോ ഒഴിവാക്കി പറഞ്ഞതവരാണ്, അഥവാ ഹരിമനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവൻ എന്നും കൂട്ടത്തിൽ പറയും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സുഹൈറിന് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണ്, ഓ സാഹിബുൽ ഹൗലിയാത്ത് എന്നറിയപ്പെടുന്നതാണ്. ചോദ്യങ്ങളിൽ വരാറുണ്ട്, ഈ ഹൗലിയാത്ത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. കാനി യുനല്ലിമുൽ ഖസീദ ഫി 4 അശ്ഹുരി, 4 മാസങ്ങൾ കൊണ്ട് 4 മാസം എടുക്കും ഒരു കവിത ഉണ്ടാക്കാൻ. യുഹദ്ദിബുഹ ഫി 4 അശ്ഹുരി, പിന്നെ ഒരു 4 മാസം കൊണ്ട് അതിനൊന്ന് സംസ്കരിച്ചെടുക്കും. ഹദ്ദബ യുഹദ്ദിബനെ സംസ്കരിച്ചെടുക്കുക, നന്നാക്കിയെടുക്കുക. അപ്പോൾ അതിലെ തെറ്റുകൾ തിരുത്തുക, പോരായ്മകൾ ശരിയാക്കുക. അപ്പോൾ 4 മാസം അദ്ദേഹം, അപ്പോൾ 4 8 മാസമായി. സുമ്മ യുരിദുഹ അല ഖാസത്തി ഷുറ, എന്നിട്ട് അത് ആ 8 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുത്തെ അറിയപ്പെട്ട അന്നത്തെ വലിയ വലിയ കവികളുടെ അടുക്കൽ കൊണ്ടുപോയി ഇത് കാണിച്ചു കൊടുക്കും. ഇതാ ഞാൻ ഉണ്ടാക്കിയ കവിതയാണ് എന്ന് പറയും, അവിടെ അഭിപ്രായം കിട്ടാൻ വേണ്ടി. അത് ഫി 4 അത് 4 മാസം കൊണ്ട് അത് അങ്ങനെ ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ ഈ 4 മാസം 4 മാസമായി. 3 × 4 12. ചുരുക്കത്തിൽ ഫലാഹ് യുൻഷിദുഹ നാസ്, ജനങ്ങൾക്ക് ഈ കവിത അദ്ദേഹം പാടിക്കൊടുക്കുകയില്ല. ഇല്ല ബഅദ ഹൗല് തന്നെ വർഷം എന്നാ, കൊല്ലം, ഒരു കൊല്ലം കയ്യിൽ കൊടുക്കും. അതുകൊണ്ട് ഹൗലിയാത്ത് എന്ന ഇതിൻ്റെ കവിതകൾക്കുള്ള മൊത്തത്തിലുള്ള പേര് സാഹിബുൽ ഹൗലിയാത്ത്. അപ്പോൾ ഇതിൽ ചോദ്യം വരാറുള്ളത്, ഹൗലിയാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 ഗുണം 2 ആണോ, 6 6 ആണോ, അല്ലെ 3 3 3 ആണോ, 3 3 3 അങ്ങനെയാണോ, അല്ലെ 4 4 4 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് വന്നാലും എഴുതാൻ പറ്റിയ രൂപത്തിൽ അത് മനസ്സിലാക്കുക. കാരണം മുഅ്മിനൻ ബില്ലാഹ്, അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിരുന്നു, അന്ത്യനാളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതിനുള്ള വരി എന്താണ്? അതിനൊരു തെളിവ് ഉദ്ധരിക്കപ്പെടുന്നത് ഫലാ തക്തുമന്നല്ലാഹ മാ ഫീ സുദൂരിക്കും ലിയഖ്ഫാ വമഹ്മാ യക്തുമുല്ലാഹു യുഅലമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ, നിങ്ങളുടെ ഹൃദയങ്ങളിലത് നിങ്ങൾ മറച്ചു വെക്കണ്ട, അത് എത്ര മറച്ചു വെച്ചാലും അല്ലാഹു അത് അറിയും.
യുഖർ ഫയൂദ ഫി കിതാബിൻ ഫയുദ്ദഖർ, അതൊക്കെ അള്ളാഹു ഒരു രേഖയിൽ വെക്കുന്നുണ്ട്, സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അന്ത്യനാളിലേക്ക് വേണ്ടി വെക്കും, അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് വന്ന് അത് എടുത്തിട്ട് അതിന് ശിക്ഷ ലഭിക്കുകയും ചെയ്യും. മുഅല്ലഖത്തുഹു മീമിയ, മീമിലാണ് അവസാനിക്കുന്നത്. ഇബ്നുൽ ഖൈസിൻ്റെ ലാമിയത്ത് എന്ന് പറഞ്ഞല്ലോ. ബഹറു തബീലനാണ്, ഏകദേശം 60 വരി കവിതയുണ്ട്. ലമ്മ മഷൽ ഹാരിസ് ബിൻ ഔഫ് വഹാരിം ബിൻ സിനാൻ ബിസുൽഹി ബൈന അബ്സിൻ വദുബിയാൻ ഫി ഹർബി സിബാഖ് നല്ലമ മുഅല്ലഖത്തുഹു ഫി മദ്ഹിഹിമ. ഇതേ മുഅല്ലഖ രചിക്കാൻ കാരണമായ ഒരു സാഹചര്യം, 2 വ്യക്തികൾ, ഒന്ന് ഹാരിസ് ബിൻ ഔഫ്, പിന്നെ നേരത്തെ പറഞ്ഞ ഹരീം ബിൻ സിനാൻ. ഈ 2 വ്യക്തികളും അറബികൾക്കിടയിൽ വർഷങ്ങളോളം നീണ്ടു കിടന്ന ഹർബു സിബാഖ് ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അങ്ങനെ സുൽഹുണ്ടാക്കി. അപ്പോൾ ഈ രക്തച്ചൊരിച്ചിൽ, വർഷങ്ങളോളം നീണ്ടു നിന്ന രക്തച്ചൊരിച്ചിൽ യുദ്ധം, ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ പുകഴ്ത്തിക്കൊണ്ട്, അവരെയും പുകഴ്ത്തിക്കൊണ്ടുണ്ടാക്കിയ കവിതയാണ് ഈ മുഅല്ലഖ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ സുഹൈറിൻ്റെ മുഅല്ലഖ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അമിൻ ഉമ്മി ഔഫാദി മിനത്തുൻ ലം തകല്ലമി ബിഹൗമാനതി ദറാജി ഫൽ മുതസല്ലിം. പിന്നെ അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ട് മറ്റൊരു വരിയുണ്ടതാണ്: ലിസാനുൽ ഫതാ നിസ്ഫുൻ വ നിസ്ഫുൻ ഫുആദുഹു. മനുഷ്യൻ, ഒരു യുവാവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവ് പകുതിയാണ്, പകുതി അവൻ്റെ ഹൃദയവുമാണ്. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? രക്തവും മാംസവും മാത്രമാണ്. അത് രണ്ടും ഇല്ലെങ്കിൽ വെറും രക്തവും മാംസവും മാത്രമേ ഉണ്ടാവുള്ളൂ. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ഹൃദയവും നാവുമാണ് എന്നുള്ള ഒരു ഹിക്മത്ത്, ഇദ്ദേഹം ഷായറുൽ ഹിക്മത്തും കൂടിയാണ്. വ ഇന്നാ സിഫാഹ ശൈഖി ലാ ഹുൽമ ബഅദഹു വ ഇന്നൽ ഫതാ ബഅദ സഫാഹതി ഹലുമു. ഈ വയസ്സായ അയാൾക്ക് വല്ല വിഡ്ഢിത്തവും ഉണ്ടായാൽ, ലാഹുൽ മബദോ, അയാൾ വിഡ്ഢിത്തം പറയാൻ തുടങ്ങിയാൽ പിന്നെ അതിനുശേഷം പിന്നെ അയാൾക്ക് ഒരു വിവേകം ഉണ്ടാവില്ല. അതേസമയം യുവാവാണെങ്കിലോ, യുവാവ് കുറേ വിഡ്ഢിത്തം പറഞ്ഞിട്ടാണ് നല്ല വിവേകിയായി മാറുക. ഇദ്ദേഹത്തിൻ്റെ ഹബീബത്തിൻ്റെ പേര് ഉമ്മു ഔഫ എന്നായിരുന്നു. പിന്നെ അവരെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. തൂഫിയ ബി ഖബില ഹിജ്റ ബി 11 സന, ഹിജ്റക്ക് 11 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരിച്ചത്. വഖദ് അസ്ലമ വലദാഹു, ഇദ്ദേഹത്തിന് 2 കുട്ടികൾ ഇസ്ലാം മതം വിശ്വസിച്ചു. ഒരാളുടെ പേര് കഅബ്, മറ്റൊരാളുടെ പേര് ബുജൈർ. കഅബ് ബിൻ സുഹൈർ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാവുന്ന വ്യക്തിയാണ്. ഇനി മൂന്നാമത്തെ ആൾ നമുക്ക് അൻതറത്ത് ബിൻ ഷദ്ദാദുൽ അബ്സി എന്ന് പറയുന്ന ഒരു കവിയാണ്. അദ്ദേഹം വുലിദ ഫി നജിദ്, മുഅല്ലഖയിലെ മൂന്നാമത്തെ ആളാണ്. ഇദ്ദേഹം നജിദിലാണ് ജനിച്ചിട്ടുള്ളത്. മിൻ അമത്തിൻ ഹബ്ഷിയ, ഒരു അമത്ത് എന്ന് പറഞ്ഞാൽ അടിമസ്ത്രീയാണ്, ഒരു ഹബ്ഷീനിയൻ അടിമസ്ത്രീയിൽ ജനിച്ചാണ്. ഇസ്മുഹ സബീബ എന്നായിരുന്നു പേര്. വഖാന അബൂഹു മിൻ സാദാത്തി അബ്സ്, ഇദ്ദേഹത്തിൻ്റെ പിതാവ് അബ്സിൽപ്പെട്ട ഒരു നേതാവായിരുന്നു. അങ്ങനെ ഫലമ്മ അഗാറ ബഅദുൽ അറബി അല ഖബീലത്തി അബ്സ്, ചില അറബി ഗോത്രങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോൾ, അഗാറാനെ കൊള്ളയടിച്ചു എന്നാണ്, അക്രമവുമായിട്ട് വന്നപ്പോൾ, അല ഖബീലത്തി അബ്സ് ഗോത്രക്കാരുടെ മേൽ കൊള്ളയടിക്കാൻ വന്നപ്പോൾ, ഖാലലഹു അബൂഹു, ഇദ്ദേഹത്തിൻ്റെ പിതാവ് അൻതറയോട് പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, അൻതറ ഒരു അടിമ സ്ത്രീയിൽ ജനിച്ചതുകൊണ്ട് അടിമയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ശത്രുക്കൾ ആക്രമിക്കാൻ വന്നപ്പോൾ, അബ്സ് ഗോത്രത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് അൻതറയോട് പറഞ്ഞു, ഖരിയ അൻതറെ, നീ യുദ്ധത്തിലേക്ക് എടുത്ത് ചാടണം, ശത്രുക്കൾക്കെതിരെ ചാടണം. ഫഖാല അൻതറ, അപ്പോൾ അൻതറ പറഞ്ഞൊരു വാക്ക് പ്രസിദ്ധമാണ്: അൽ അബ്ദു ലാ യഹ്സുനുൽ ഖർറ, അടിമക്ക് നന്നായി ചാടാൻ അറിയില്ല, യുദ്ധത്തിൽ ശത്രുക്കളുടെ മേൽ ചാടി വീഴാൻ അറിയില്ല. ഇനമ യഹ്സുനുൽ ഹിലാബ സ്വർ, അടിമക്ക് വേണമെങ്കിൽ അകിട് മുട്ടിക്കറക്കാൻ അറിയാം, ഒട്ടകത്തെ കറക്കാൻ അകിട് മുട്ടിക്കറക്കാനേ അറിയുള്ളൂ, പാല് കറക്കാനേ അറിയുള്ളൂ, ഹിലാബ് എന്നൊക്കെ പറയാറ്. ഫഖാല, അപ്പോൾ വീണ്ടും പിതാവ് പറഞ്ഞു, ഖരി, നീ ചാടണം, എടുത്ത് ചാട് യുദ്ധത്തിലേക്ക്. വ അൻത ഹുറുൻ, അങ്ങനെ നീ ആക്രമിച്ച് കീഴടക്കിയാൽ നീ ആരായിരിക്കും? സ്വതന്ത്രനായി മാറും. അങ്ങനെ ഫഖറ, അദ്ദേഹം യുദ്ധത്തിലേക്ക് എടുത്ത് ചാടി. വഖാതല ഖിതാലൻ ഷദീദൻ, ശക്തമായ യുദ്ധം നടത്തി. ഹത്ത ഹസമൽ ഖൗമ, അങ്ങനെ ആ ജനങ്ങളെ അദ്ദേഹം തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി എന്നാണ് ചരിത്രം. അതുകൊണ്ട് ഇദ്ദേഹം ധീരതയിൽ അറിയപ്പെട്ട ആളാണ്. അതുമാത്രമല്ല, കാന ബത്തല ഹർബ് ദാഹിസ് വൽ ഖബ്ര, ഹർബു സിബാഖ് എന്നറിയപ്പെടുന്ന ദാഹിസ് ഖബ്ര യുദ്ധത്തിലെ ഒരു ഹീറോ കൂടിയായിരുന്നു ഇദ്ദേഹം. ഇതും പോയിൻ്റാണ്, ശ്രദ്ധിക്കണം.
അസ്ബഹ അന്തറ റംസ ഷജായത്തി വൽ ബഅസ്, യുദ്ധത്തിൻ്റെയും ധീരതയുടെയും ഒരു പ്രതീകമായി മാറി ഒരു അന്തറ. ഇദ്ദേഹത്തിന് മുഅല്ലഖ മീമിൽ അവസാനിക്കുന്നു, ബഹറുൽ കാമിലാണ്. അത് തുടങ്ങുന്നത് ഹൽ ഗാദറ ശുഅറാഉ മിൻ മുത്തറദ്ദിമിൻ അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി നാലാമത്തെ ആൾ നമുക്ക് പരിചയപ്പെടാനുള്ളത് തൊറഫത്ത് ബിനുൽ അബ്ദുൽ ബക്കിരി. ഇദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ അംറുബിന് അൽ അബ്ദ് എന്നാണ്. അൽ മുലഖബ് തൊറഫ മിൻ ബനി ബക്കർ ബിൻ വായിൽ ഉലിദ ഫിൽ ബഹ്റൈനിലാണ് അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം വാഹിദും മിൻ ഫൂലിഷ്വറായി, ഇദ്ദേഹം പടുകൂറ്റൻ കവികളിൽപ്പെട്ട ആളാണ് ആയി മാറി. ദൂനൽ 20 വയസ്സിന് മുമ്പേ ഒരു വലിയ കവിയായിട്ട് അറിയപ്പെട്ട ആൾ. 20 വയസ്സിന് മുമ്പേ തന്നെ വലിയ പടുകൂറ്റൻ കവികളിൽ അറിയപ്പെട്ട ആളായി ഇദ്ദേഹം മാറി. ഹജ തൊറഫ അംബ്രബിൻ ഹിന്ദ്. തൊറഫ അംബ്രബിൻ ഹിന്ദിനെ ആക്ഷേപിച്ചു പാടി. ആരാ അംബ്രബിൻ ഹിന്ദ്? അന്നത്തെ ഹീറയിലെ രാജാവാണ്. ഫൽത്തഖന അലൈഹി, അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക ഉണ്ടായി. ഇൽത്തഖന ലീഗിന്, ഈ രാജാവിന് തൊറഫയോട് ഒരു പക, ദേഷ്യമുണ്ടായി. അപ്പോൾ അല ഖാലിഹി, അദ്ദേഹത്തിൻ്റെ ഖാലിനോടും, അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവനുണ്ടായിന്, പേര് മുത്തലമ്മിസ് എന്നാണ്. രണ്ടാളും കവികളാണ്. അമറലി കുല്യം മിൻ ഹുമാ ബി ജായിസത്തിൻ, രണ്ടുപേർക്കും ഓരോ സമ്മാനം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കൽപ്പിച്ചു. ഒരു ചതിയാണ്. ഖതബലഹുമാ കിതാബൈൻ ഇലാ ആമിലിഹി ഫിൽ ബഹ്റൈൻ, ആ രണ്ടുപേർക്കും വേണ്ടി രണ്ട് ലെറ്റർ എഴുതി കൊടുത്തു ബഹ്റൈനിലുള്ള ഗവർണറുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി. ബൈനമാഹുമാ ഫി ത്വരീഖ്, അങ്ങനെ രണ്ടാളും വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇർത്താബൽ മുത്തലമ്മിസു ഫി സഹീഫത്തി, തൻ്റെ കയ്യിലുള്ള കത്തിൽ അദ്ദേഹത്തിൻ്റെ സംശയം തോന്നി. എനിക്ക് ഇത്ര വലിയ സമ്മാനം തരാൻ മാത്രം ഞാൻ യോഗ്യനല്ല. രാജാവ് ആ നാട്ടിലില്ലാത്ത ഒരു സമ്മാനം ബഹ്റൈനിലെ ഗവർണറുടെ അടുക്കൽ പോയി വാങ്ങാൻ മാത്രമൊന്നും ഞാൻ യോഗ്യനല്ല. എന്തോ ഒരു ചതി ഇതിലുണ്ടെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നിയപ്പോൾ അഖ്റ അഹ മിൻ ഗുലാമിൻ, അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല, അറബി വായിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു മുത്തലമ്മിസ്, തൊറഫയെ പോലെ തന്നെ. പക്ഷേ അദ്ദേഹം അത് വായിപ്പിച്ചു. ആരോട്? ഒരു മുത്തലമ്മിസ്, അവിടെയുള്ള ഒരു ഗുലാമിനോട്. കാരണം വിദേശ രാജ്യത്തു നിന്ന് വരുന്ന ചില ഗുലാമുകൾക്ക് അറബി വായിക്കാൻ അറിയായിരുന്നു. ഫൈദ ഫിഹ അൽ അംറു ബി ഖത്ലി, അപ്പോൾ അതിലുള്ളത് എന്താണ്? ഇദ്ദേഹത്തെ വധിക്കാനുള്ള കൽപ്പനയാണ്. വഖാല തൊറഫ അലിൽ മുത്തലമ്മിസ്, അപ്പം മുത്തലമ്മിസിനോട് തൊറഫ പറഞ്ഞു, കല്ല മാ ഖാന യക്തുബ ലി മിസ്ല ദാലിക്. മുത്തലമ്മിസ് പറഞ്ഞു തൊറഫയോട്, നിൻ്റെ കയ്യിലുള്ള എഴുത്തിലും അത് തന്നെ ആയിരിക്കും, നിന്നെ കൊല്ലാൻ തന്നെയുള്ള ഓർഡർ ആയിരിക്കും എൻ്റെ ഉള്ളതുപോലെ. അപ്പോൾ തൊറഫ പറഞ്ഞ മറുപടി എന്താണ്? ഇല്ല, അങ്ങനെ ഒരു എഴുത്ത് എൻ്റെ വിഷയത്തിൽ എഴുതാൻ സാധ്യതയില്ല, അതിന് മാത്രം അയാളായിട്ടില്ല, എനിക്ക് സമ്മാനം തന്നെയായിരിക്കും, എനിക്ക് സമ്മാനം തരാനുള്ള കത്തായിരിക്കും എന്ന് അദ്ദേഹം തൊറഫ വിശ്വസിച്ചു. അങ്ങനെ ഫദഹബ തൊറഫ ഇലൽ ആമിൽ, ഗവർണർ അടുക്കലേക്ക് പോയി. പക്ഷെ അവിടെ വെച്ചിട്ട് അതിലുണ്ടായിരുന്നത് തൊറഫയെ കൊല്ലാനുള്ള കൽപ്പനയായിരുന്നു. ഫഖുത്തില സന 64 മീലാദി വലം യതജാവസ് അസ്സാദിസ വൽ 20 മിൻ ഉംരിഹി, 26 വയസ്സായിട്ടില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഖുത്തില ബി ഹജാഇഹി ഫി ഉംരിഹി അസ്സാദിസ് വൽ 20 ഫലുഖിബ ബിൽ ഗുലാമുൽ ഖത്തീൽ. ഗുലാമുൽ ഖത്തീൽ എന്ന സ്ഥാനപ്പേര് കിട്ടാനുള്ള ഒരു കാരണം ഇതായിരുന്നു. ഇയാളുടെ മുഅല്ലഖ ദാലിൽ അവസാനിക്കുന്നതാണ് ബഹ്റു തബീൽ. അതിൻ്റെ തുടക്കം ലിഖൗല തഅതുലാലിം ബിബുർക തസഹ്മദി തലൂഹു കബാഖിൽ വഷ്മി ഫി ളാഹിരിൽ യദി എന്നുള്ളതാണ്. ഇനി അംർ ഇബ്നു കുൽസൂം തഗ്ലബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഷാഇറാണ്, ഫാരിസാണ്, ജാഹിലി കാലഘട്ടത്തിൽ ഒരറിയപ്പെട്ട ഒരു യോദ്ധാവും കൂടിയാണ്. ജസീറത്തുൽ ഫുറാത്തിയത്തിൽ അദ്ദേഹം മുഹൽഹിലിൻ്റെ ഒരു ഹഫീദായിരുന്നു, പേരക്കുട്ടിയായിരുന്നു. നേരത്തെ പറഞ്ഞ ഉമ്മുഹു ലൈല ബിൻതുൽ മുഹൽഹിൽ ഇഷ്തഹറത്ത് ബിൽ അനഫത്തി ഇളമുൻ നഫ്സ്, രോഷം കൊണ്ടും അതുപോലെ വലിയ ഔന്നിത്യം കൊണ്ടും അറിയപ്പെട്ട ഒരു പൊങ്ങച്ചം കൊണ്ട് അറിയപ്പെട്ട ഒരു വനിതയായിരുന്നു ഒരു ലൈല. ഇദ്ദേഹം അസ്ബഹ സയ്യിദ ഖൗമിഹി, ഇദ്ദേഹം നാട്ടിലെ നേതാവായി മാറി. ഖായിദ ഖബീലത്തി, തൻ്റെ ഖബീലയുടെ യുദ്ധത്തിലെ നായകനായി മാറി. തഗ്ലബ് എന്ന ഗോത്രത്തിൽ ഇദ്ദേഹം 15ാമത്തെ വയസ്സിൽ തന്നെ സൈന്യ നായകനായി മാറിയ ആളാണ്. കാരണം ഖുത്ബല്ലി റഹൽ അറൂബ്, യുദ്ധത്തിൻ്റെ നിയന്ത്രണം നടത്തിയിരുന്ന ആളായിരുന്നു. അല്ലത്തി ദാരത്ത് ബൈന ബക്കർ തഗ്ലബ്, ബക്കർ ഗോത്രക്കാരുടെ ഇടയിൽ നടന്ന യുദ്ധത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തിയായി ഇദ്ദേഹം മാറിയിരുന്നു. അതുകൊണ്ട് ഏതാ യുദ്ധം? ബസൂസ് എന്ന് പറഞ്ഞ യുദ്ധമാണ്. ഇദ്ദേഹമാണ് അംർ ഇബ്നു ഹിന്ദിനെ
അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വെച്ച് തന്നെ ഉണ്ട്. അമ്ർ ഇബ്നു ഹിന്ദ് ആരാണ്? ഹീറയിലെ രാജാവായ അമ്ർ ഇബ്നു ഹിന്ദിനെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ വെച്ച് കൊന്ന ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖൻ്റെ പേര് നൂനിയത്ത്, നൂനിലായിരുന്നു, നൂനിൽ അവസാനിക്കുന്നതാണ്. ബഹറുൽ വാഫിറാണ്. ഏകദേശം 100 വരി കവിതയുണ്ട്. യബ്തദി ബിദിക്രിൽ ഖംർ, തുടങ്ങുന്നത് തന്നെ കള്ളിനെ വർണ്ണിച്ചുകൊണ്ടാണ്. അലാ യജ്ഹലൻ അഹദും മിൻ അലൈന ഫനജ്ഹലു ഫൗക ജഹലിൽ ജാഹിലീന എന്നുള്ള ഒരു കവിത അതിൽ അറിയപ്പെട്ട ഒരു കവിതയാണ്. അല അറിയുക, ലാ യജ്ഹലൻ അഹദുൻ അലൈന, ഞങ്ങളുടെ മേൽ ആരും അജ്ഞത നടിക്കേണ്ട, ഞങ്ങൾ അറിയില്ല എന്നാരും നടിക്കേണ്ടതില്ല. ഞങ്ങൾ അറിയപ്പെടാത്ത ആളൊന്നുമല്ല. അങ്ങനെ അറിയപ്പെടാത്ത ഞങ്ങൾ അറിയില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഫനജ്ഹലു, ഞങ്ങളും അതുപോലെ അറിയാത്തവരായും നടിക്കും. ഫൗക ജഹലിൽ ജാഹിലിന, എല്ലാ ജാഹിലീങ്ങളുടെ മേലെയും ഞങ്ങൾ അറിയാത്തവരായി ഞങ്ങളും നടിക്കും. ഞങ്ങളെങ്ങോട്ട് അറിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് അറിയില്ല എന്ന് പറയും. ഇനി അടുത്ത ആൾ ലബീദ് ബിൻ റബിയത്തുൽ ആമിരി എന്ന് പറയുന്ന ആളാണ്. ലബീദ് പേര് അബൂ ഉഖൈൽ ലബീദ് ബിൻ റബിയത്തുൽ ആമിരി, ഷാഇറുൻ ജാഹിലിയുൻ വ മുഖ്ദറ, 2 പേരിലറിയാം. ഒന്ന് ജാഹിലി കവിതയാണ്, അതേസമയം മുഖ്ദറം കവിയും കൂടിയാണ്. വലമ്മ ലഹറുൽ ഇസ്ലാം, ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അക്ബല അല റസൂലി ഫി വഫദി മിൻ ഖൗമിഹി, അദ്ദേഹം ഒരു യാത്രാ സംഘത്തിൽ, ഒരു നിവേദക സംഘത്തിൽ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. അങ്ങനെ അസ്ലമ, അദ്ദേഹം ഇസ്ലാം എന്ന് വിശ്വസിച്ചു. ഏകദേശം 629 അന്നത്തെ വർഷം. വഹഫിദൽ ഖുർആന, ഖുർആൻ മനപ്പാടമാക്കി. വഹജർ ഷിറ, പിന്നെ കവിത പാടൽ തന്നെ ഒഴിവാക്കി. സഅമു, ചരിത്രകാരന്മാർ പറയുന്നത് അന്നഹു ലം യഖുൽ ബഅദൽ ഇസ്ലാം ഇല്ല ബൈതൻ വാഹിദൻ, മുസ്ലിമാന് ശേഷം ഒറ്റ വരി പാടിയിട്ടുള്ളൂ. അതാണ് അൽഹംദുലില്ലാഹി ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല, എൻ്റെ അവധി എത്തിയില്ലല്ലോ എന്നുള്ളതിൽ അൽഹംദുലില്ലാ, ഇസ്ലാമിലെ ഒരു വേഷം ധരിക്കുന്നത് വരെയും എനിക്ക് മരണം വന്നില്ലല്ലോ എന്നുള്ളതിൽ ഞാൻ അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറഞ്ഞു. വഖാമൽ കൂഫ, കൂഫയിൽ താമസിച്ചു. ഹത്താ തൂഫിയ ഫി അവാഖിർ ഖിലാഫത്തി മുആവിയ, മുആവിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഏകദേശം 41 ഹിജ്റ വർഷം. 145ഓളം വർഷം അദ്ദേഹം ജീവിച്ചു എന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ മുഗീറത്ത് ബിൻ ശുഅബ സഅലഹു മുഗീറത്ത് ബിൻ ശുഅബ ഹസ്ബ അംറിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മുഗീറത്ത് ബിൻ ശുഅബ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, അൻഷിദിനി മാ ഖുൽതുഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ നീ പാടിയ കവിത ഏതൊക്കെയാണ്? ഫകതബ സൂറത്ത് അൽ ബഖറ ഫി സ്വഹീഫത്തിൻ, അങ്ങനെ അൽ ബഖറ സൂറത്ത് അദ്ദേഹം ഒന്നിൽ എഴുതി കൊടുത്തു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, അബ്ദലനി അല്ലാഹു ഹാദാ ഫിൽ ഇസ്ലാമി മക്കാന ഷിർ, ഇസ്ലാമിൽ കവിതയുടെ സ്ഥാനത്ത് അള്ളാഹു എനിക്ക് പകരം നൽകിയത് ഈ സൂറത്തുൽ ബഖറയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുഅല്ലഖ ഹായിൽ അവസാനിക്കുന്ന മുഅല്ലഖയാണ്, ബഹറുൽ കാമിലാണ്. അതിലെ തുടക്കം ഫത്തിദ്ദിയാറു മഹല്ലുഹാ ഫമുഖാമുഹ ബിമിനൻ തഅബ്ബദ ഖൗലുഹാ ഫിരിജാമുഹ എന്നുള്ളതാണ്. 7ാമത്തെ മുഅല്ലഖയിൽ നമുക്ക് കാണാം ഹാരിസ് ബിൻ ഹിലിജ അൽ ബക്കരിയാണ്. കാന അദീമ ഖബീലത്തി, ബക്കർ ഗോത്രത്തിലെ പ്രമുഖനായിരുന്നു. കമാ കാന അംർ ബിൻ കുൽസും അദീമ തഗ്ലബ്, അംർ ബിൻ കുൽസും തഗ്ലബിൽ ഗോത്ര പ്രധാനിയായതുപോലെ. ഇഷ്തഹറ ബി മുഅല്ലഖത്തി അല്ലദി അൻഷദഹ ഫി ഹദറത്തി അംർ ബിൻ ഹിന്ദ് മലിക്കുൽ ഹീറ, ഹീറയിലെ രാജാവായ അംർ ബിൻ ഹിന്ദിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം പാടിയ കവിതകൾ വളരെ പ്രസിദ്ധമാണ്. അതാണ് മുഅല്ലഖയായി മാറിയത്. മുർത്തജിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അഫ്വസായത്തന ആ നിമിഷം. കാനിൽ ഹാരിസ് ബിൻ ഹിലിസ ഫിൽ മജ്ലിസ് മസ്തൂറൻ അൽ മലിക്, രാജാവിൻ്റെ അടുക്കൽ, രാജാവിൽ നിന്നും ഒരു മറക്കപ്പുറമാണ് ഇദ്ദേഹം ഇരുന്നിരുന്നതാണ്. എന്തുകൊണ്ട്? ബിസിത്താരിന്, ഒരു മറക്കപ്പുറം. എന്തുകൊണ്ട്? ലിമാ ഖാന ഫിഹിമിൽ ബർസ്, അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവ് കാണാതിരിക്കാൻ വേണ്ടി ഒരു മറക്ക് പിന്നിൽ നിന്ന് കവിത പാടിയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് മുഅല്ലഖ ഹംസിയത്താണ്, ഹംസിൽ അവസാനിക്കുന്നതാണ്. ഏകദേശം 85ഓളം വരികൾ അതിലുണ്ട്. അത് ബഹറുൽ ഖഫീഫാണ്. ഇനി നമുക്ക് അതിൽ പ്രധാനപ്പെട്ട 2-3 ആളുകളെയും പറയാം. അല്ല ആയിഷ മൈമൂൻ ബിൻ ഖൈസ്, ആയിഷ ഹു അബൂ ബസീർ മൈമൂൻ ബിൻ ഖൈസ് അഹദു ഷുഅറായിൽ മുത്തക്കസ്സിബീന ബി, കവിത കൊണ്ട് സമ്പാദിച്ച ഒരു പ്രധാന വ്യക്തിയാണ് ആയിഷ. പാട്ടുപാടി സമ്പാദിച്ച ഒരാൾ കിട്ടണം, പണം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ആളാണ്. അതുകൊണ്ട് ലുക്കി ബബിൽ ആയിഷ എന്ന് ഇദ്ദേഹത്തിന് ഒരു പേര് കിട്ടാൻ കാരണം ലിദുഫി ബസരിഹിന, അദ്ദേഹത്തിൻ്റെ കാഴ്ച കുറവ് കൊണ്ടാണ്. കണ്ണുണ്ട്,
പക്ഷെ കാഴ്ചക്ക് കുറച്ച് ശേഷി കുറവാണ്. ഒക്കാനിൽ ഷെരിഹി ജലബത്തുൻ ഫി സമി, അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് ജലബത്തും ഫി സമി, ചെവിയിൽ നല്ലൊരു ആകർഷണീയത ഉണ്ടായിരുന്നു. ജലബത്ത് പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. റൗഅത്തും ഫി നഫ്സി, മനസ്സിലൊരു ഗൗരവവും ഒരു പുതുമ ഒക്കെ ഉണ്ടാവും. അസറും ഫിന്നാസ്, ജനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫലുക്കി ബി സ്വന്നാജത്തുൽ അറബ്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, സ്വന്നാജത്തുൽ അറബ്, അറബികളുടെ കിന്നാരം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് മാ മദഹ അഹദൻ ഫിൽ ജാഹിലിയത്ത്, ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം ആരെയും സ്തുതിച്ച് പറഞ്ഞിട്ടില്ല, ഇല്ല റഫഅഹു, അവരെ ഉയർത്തിയിട്ടല്ലാതെ, സ്ഥാനം ഉയരും. ആരെക്കുറിച്ച് ഇയാൾ പാടിയാലും അയാൾ പൊങ്ങും, ഉയരും. വലഹജ അഹദൻ, ആരെങ്കിലും ഇയാൾ ആക്ഷേപിച്ച് പാടിയാലോ ഇല്ല വദഹു, അദ്ദേഹത്തിൻ്റെ സ്ഥാനം താഴ്ന്നു പോകും, താഴ്ത്തിയിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. അദ്ദേഹം പറഞ്ഞ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയൊരു കവിതയാണ് നബിയുൻ യറാ മാ ലാ തറൗന വദിക്റുഹു അഗാറാ ലഅംരി ഫിൽ ബിലാദി വൻജദ, നിങ്ങൾ കാണാത്ത പലതും കാണുന്ന പ്രവാചകനാണ്. വദിക്റുഹു അഗാറ, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങേയറ്റം ആഴത്തിൽ ചെന്നിട്ടുണ്ട്. ലഅംരി ഫിൽ ബിലാദി, രാജ്യങ്ങളിൽ, വൻജദ, ഉയരത്തിലും ചെന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കവിയാണ്. മുഅല്ലഖതുഹു ലാമിയ ഫിൽ ബഹരിൽ ബസീദ് തഖഉ ഫി 65 ബൈതൻ. വകാന മുസയ്യിബ് ബിൻ അൽസ് റാവിയൽ, മുസയ്യിബ് ബിൻ അൽസ് എന്ന് പറയുന്ന റാവിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന ആൾ. പിന്നെ നാബിഗത്തു ദുബിയാനി എന്ന് പറയുന്ന ആൾ. ലുക്കിവ സിയാദ് ബിൻ മുആവിയ ബിൻ നാബിഗ, അയാളുടെ പേര് ഒരിക്കൽ ചോദിച്ചിരുന്നു, HS ഒക്കെ ചോദിച്ചാണ് 2021. സിയാദ് ബിൻ മുആവിയ എന്ന് പറയുന്ന ആളാണ് നാബിഗ. നാബിഗയുടെ മറ്റൊരു പേരാണ്. നാബിഗയുടെ യഥാർത്ഥ പേര് സിയാദാണ്. ഇങ്ങനെ നാബിഗ എന്ന് പേര് കിട്ടാൻ കാരണം എന്താ? ലിഅന്നഹു ലം യഖുലി ഷിറ, അദ്ദേഹം കവിത പാടിയിട്ടില്ല. ഹത്ത ഇഹ്തനക, അദ്ദേഹം നല്ല പരിചയം നേടുന്നത് വരെ. ഇഹ്തനക എന്ന് പറഞ്ഞാൽ കഴിവ് തെളിയിക്കുന്നത് വരെ, പാട്ട് പാടി കവിത തെളിയിച്ചതിന് ശേഷമാണ്, അത് നാബിഗ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നർത്ഥത്തിൽ, വൈദഗ്ധ്യം നേടിയതിന് ശേഷമാണ് അദ്ദേഹം പാട്ട് പാടാൻ തുടങ്ങിയത്. നേരെ പാടി തുടങ്ങിയതല്ല, നല്ല പരിചയസമ്പന്നനായതിനു ശേഷമാണ് രംഗത്ത് വന്നത്. ഷബ്ബഹു ഷീറഹു, ഇദ്ദേഹത്തിൻ്റെ കവിതയെ ജനങ്ങൾ ഉപമിച്ചിട്ടുള്ളത് ബിൽ മാ ഇന്നാബിഗ്, നല്ല ഉറവെടുക്കുന്ന വെള്ളത്തോടാണ്. ഇത്തസല ബിൻ നുഅ്മാൻ ബിൻ മുന്തിർ, അദ്ദേഹം നുഅ്മാൻ ബിൻ മുന്തിറുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഫ അസ്ബഗ നിഅമതഹു അലൈഹി, ധാരാളം അനുഗ്രഹം അദ്ദേഹം ചൊരിഞ്ഞു, ധാരാളമായി ഔദാര്യം കൊടുത്തു. നുഅ്മാൻ ബിൻ മുന്തിർ അവിടുത്തെ രാജകുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ. ഹത്ത അക്കല വ ശരിബ ഫി ആനിയത്തി ദഹബി അൽ ഫിദ്ദ മിൻ ജവായിസി, ഇദ്ദേഹം കൊടുത്ത സമ്മാനങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങളായിരുന്നു. അതിൽ ഭക്ഷണം കഴിക്കാനും കുടിക്കാനൊക്കെ തുടങ്ങി ഇദ്ദേഹം. ആ രൂപത്തിൽ അദ്ദേഹത്തിന് വീട്ടിലെ വീട്ടുപകരണങ്ങൾ വരെ സ്വർണവും വെള്ളിയും തന്നെയായിരുന്നു, പാത്രങ്ങൾ പോലും. അത്രയും സമ്മാനങ്ങൾ കൊടുത്തു എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഖാൻ യുക്വി ഷീരി ഫി ഷീരി, തൻ്റെ കവിതയിൽ അദ്ദേഹം യക്വാ നടത്തിയിരുന്നു. യക്വാ എന്ന് പറഞ്ഞ ഇവിടെ തന്നെ പറയുന്നു. അൽ യക്വാ എന്ന് പറഞ്ഞാൽ ഹുവ അൻ യുഖാലിഫ ബൈനൽ ഖവാഫി, ഖാഫിയകൾക്കിടയിൽ വ്യത്യാസമുണ്ടാക്കുക. ബിറഫി ബൈത്തിൻ വജിറി ബൈത്തിൻ, ഒരു വരിയിൽ അദ്ദേഹം അവസാനിക്കുന്ന റഫ് കൊടുത്തുകൊണ്ടായിരിക്കും, വേറെ അടുത്ത തൊട്ടായ വരിയിൽ ചിലപ്പോൾ ജറായിരിക്കും കൊടുക്കുക. ഒരേ രൂപത്തിലാണല്ലോ നമ്മൾ സാധാരണ ഇതിൽ കവിത അവസാനിക്കുക. ലീ എന്നാണെങ്കിൽ ലീ തന്നെ, ലൂ എന്നാണെങ്കിൽ ലൂ തന്നെ. പക്ഷേ ഇദ്ദേഹം ഒരു വരിയിൽ റഫ് കൊടുക്കും, ഒരു വരിയിൽ ജറു കൊടുക്കും. ഇങ്ങനെ മാറി മാറി ഈ ഖാഫിയകൾ, അതിൻ്റെ അന്ത്യാക്ഷരങ്ങളിൽ ചില ഇറാബുകളിൽ ഇങ്ങനെ മാറ്റം വരുത്തി അവതരിപ്പിച്ച ഒരാളായിരുന്നു. അത് തെറ്റാണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതിന് പറയുന്ന മൊത്തം പേരാണ് യക്വാ. അപ്പോൾ യക്വാഇൻ്റെ ആളാണ് ഇദ്ദേഹം. അതൊരു ആക്ഷേപമായിട്ട് ചില ആൾക്കാർ വിമർശകർ പറയാറുണ്ട്, ചില ആളുകൾ അതൊരു പ്രത്യേകതയായിട്ട് എണ്ണാറുണ്ട്. ആറഫ ഷുഅറാഉൽ അറബി മക്കാനത്തഹു അസ്സാമിയ, അറബി കവികൾക്ക് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം മനസ്സിലായി. ഫഖദ്ദമൂഹു ഫി ഉക്കാൽ, അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും ഉക്കാദ് ചന്തയിൽ അദ്ദേഹത്തിന് ഒരു മുൻഗണന കൊടുത്തിരുന്നു എല്ലാവരും. വഹ്തകമുയിലിഹി, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിധി തേടി വന്നിരുന്നു. ഫിൽ ഹുസൂമാത്ത് അൽ അദബിയ, സാഹിത്യത്തിൽ വല്ല തർക്കമുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ കവികളെക്കുറിച്ചോ കവിതയെക്കുറിച്ചോ തർക്കമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ടാണ് അവരതിൽ വിധി തേടുക. ഫഖാൻ യഖ്ലി ബൈനഹും, അദ്ദേഹം അവർക്കിടയിൽ വിധി പറയുകയും ചെയ്യും. ഖാൻ ലഹു ഖൈമത്തുൻ ഖാസ, അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു പ്രത്യേകമായൊരു ഹൈമ തന്നെ ഒരു കൂടാരം കെട്ടിക്കൊടുത്തിരുന്നു. അതിന് പേര് കുബ്ബത്തുൻ ഹംറ എന്ന, ഒരു ചുവന്ന കുബ്ബ എന്നായിരുന്നു. സൂഖു കാതൽ.
അദ്ദേഹം അറിയപ്പെടുന്നത് ഹാക്കിമായിട്ട് അറിയപ്പെടുന്നുണ്ട്, നാഖിദായിട്ട് ഒരു വിമർശകനായിട്ട് ബൈനഷോറായി ജാഹിലിയ കവികൾക്കിടയിൽ നാഖിദായി ഒരു വിമർശകനായി അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. ആരാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നാഖിദ് എന്ന് ചോദിച്ചാലും നാബിഗയുടെ പേര് പറയാവുന്നതാണ്. ഇദ്ദേഹത്തിന് മുഅല്ലഖ ദാലിൽ അവസാനിക്കുന്നതാണ് ബഹറുൽ ബസീത്ത്. ഇദ്ദേഹത്തിൻ്റെ ആഷിഖത്തിൻ്റെ പേരാണ് മയ്യിത്ത് എന്ന് പറയുന്നത്. ഇനി ജാഹിലിയ കാലഘട്ടത്തിൽ വേറെയും ചില കവികളുണ്ട്. സ്വാലീഖിനെ കുറിച്ച് ഇവിടെ ഹും ജമാഅത്തും മിനൽ ലുസൂസ്, ഒരു കൂട്ടം കള്ളന്മാരാണ്. യക്സിബൂനൽ ആയിഷ, അവർ ജീവിത മാർഗം സമ്പാദിക്കുന്നത് ബിൻ നഹബി കൊള്ള ചെയ്തുകൊണ്ടാണ്, വസ്സലബി പിടിച്ചു പറിച്ചുകൊണ്ടാണ്. ലഹും കുവ്വത്തുൽ ജിസ്മ്, അവർക്ക് ശാരീരികമായ ശേഷിയുണ്ട്. വഖുവത്തു നഫ്സ്, നല്ല മനഃശക്തിയുള്ള ആളുകളാണ്. ഫഹും അഷദ്ദുന്നാസി അദ്വൻ, ജനങ്ങൾ കൂട്ടത്തിൽ നന്നായിട്ട് ഓടാൻ അറിയുന്ന ആളുകൾ, അതുപോലെ തന്നെ ഓടാൻ കഴിയുന്ന ആളുകളാണ്. കസീറമ്മാക്കാണ് യുവാജുഹുനൽ ഗസ്വ, പലപ്പോഴും അവർ യുദ്ധം ചെയ്യാറുള്ളത് ആരോടാണ്? ഇതിൽ അഗ്നിയ, ഈ ധനികരിലേക്കാണ്. ആമത്തൻ, പൊതുവായിട്ട് മുതലാളിമാരോടാണ് യുദ്ധം ചെയ്യാറുള്ളത്. അപ്പോൾ ബുഖല ഇ ഖാസ, പ്രത്യേകിച്ചും അതിൽപ്പെട്ട പിശുക്കന്മാരായ ആളുകളോട്. എന്തിനാണ്? അല്ലേ ത്വാമിൽ ഐത്താം, യത്തീമുകൾക്ക് ഭക്ഷണം കൊടുക്കാനും വലറാമിൽ വിധവകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്. സഅലൂക്ക് എന്ന് പറഞ്ഞാൽ മൈനാഹുൽ ലുഗവി, അതിന് ഭാഷാർത്ഥം അൽ ഫഖീർ എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രസിദ്ധരായ ആളുകൾ തഅബ്ബത്ത് ഷർറുൽ ഫഹ്മി, അഷംഫരി, അതുപോലെ ഉർബത്ത് ബിൻ വർദ് എന്ന് പറയുന്ന ആളുകൾ. ഈ മൂന്നാളുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ തഅബ്ബത്ത് ഷർ, അദ്ദേഹത്തിൻ്റെ പേരാണ് പലപ്പോഴും ചോദിച്ചിരുന്നത്. സാബിത്ത് ബിൻ ജാബിറുൽ ഫഹ്മി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഖാന ഇബിൻ അഹമ്മദിൻ ഹബ്ഷിയ, അദ്ദേഹം ഒരു നീഗ്രോ അടിമ സ്ത്രീയുടെ മകനാണ്. സൗദ, കറുത്തവർഗക്കാരിയാണ്. ഫയുഅദ്ദുമിൻ അഗ്രീബത്തിൽ അറബ്, അതുകൊണ്ട് ഇദ്ദേഹം അറബികളിലെ എന്ന് പറഞ്ഞാൽ വിദേശികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരാളാണ്. അറബിയല്ല, വിദേശ അറബികളിൽ നിന്നുണ്ടായ കുട്ടികളാണ്. ഇന്നഹു തഅബ്ബത്ത് സിക്കിൻ, ഒരിക്കലും അദ്ദേഹം ഒരു കത്തി കക്ഷത്തിലിടുക്കി, തഅബ്ബത്ത എന്ന് പറഞ്ഞാൽ കക്ഷത്തിലിടിക്കുന്ന, കക്ഷത്തിൽ വെച്ചു. ദാത്തിയോമിൻ ഓ ഖറജ, എന്നിട്ട് അദ്ദേഹം പോയി. സുഇലത്ത് അൻഹു ഉമ്മുഹു, അപ്പോൾ ഉമ്മയോട് ചോദിച്ചു ചില ആളുകൾ വന്നിട്ട്, എവിടെ പോയി, മകൻ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ കാലത്ത്, അപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടിയാണ് ഇന്നഹു തഅബ്ബത്ത ഷർറൻ, അദ്ദേഹം ഒരു നാശം കക്ഷത്തിലിടുക്കി പോയിട്ടുണ്ട്, ഷർറൻ എന്നാണ്. അപ്പോൾ കത്തി വാള് കക്ഷത്തിൽ വെച്ചാൽ പോയത്, അതുകൊണ്ട് അദ്ദേഹത്തെ തഅബ്ബത്ത ഷർറൻ എന്ന് വിളിച്ചു. വഖറജ, അദ്ദേഹം പോയി, പുറത്തു പോയി എന്ന് പറഞ്ഞു, ഒരു ഉമ്മ പറഞ്ഞതാണ്. ഉരിഫ ബിദാലി കലബ്, അങ്ങ് മുതലാണ് ആ ലഖ്ബ്, അദ്ദേഹത്തെ ആ ലഖ്ബ് വന്നിട്ടുള്ളത്. ഇവർ യഥാർത്ഥത്തിൽ ഷായറും ജാഹിലിയും മിൻ അബ്റസ് ഷുഅറായി സ്വാലിഖ് കവളിൽ ഏറ്റവും പ്രസിദ്ധനായൊരു കവിയാണ്. യുഖാലു ഇന്ന ഇസ്മുഹു സാബിത്ത് ബിൻ ഔസുൽ അസദീന പറയപ്പെടുന്നത്. കാരണം സരി അൽ ജറി, വളരെ വേഗത്തിൽ ഓടുന്ന ആളായിരുന്നു. ലാ തുദ്രിക്കുൽ ഖൈൽ, കുതിരക്ക് പോലും അദ്ദേഹത്തെ പിടിക്കാൻ കഴിയില്ല, കുതിരക്ക് പോലും പിടിക്കാൻ കഴിയാത്ത വേഗത്തിൽ ഓടുന്ന ആളായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അത്ത അസ്ബഹ മദ്രബൽ മസൽ, അദ്ദേഹം ഒരു ഉദാഹരിക്കപ്പെടുന്ന ഒരു വസ്തുവായി മാറി. രണ്ടാമത്തെ ആൾ തഅബ്ബത്ത് ഷംഫരി. ആ ഷംഫറയെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. ഷായറുൻ ജാഹിലിയൂൻ മിൻ അബ്റസ് ഷുഅറായി സ്വാലിഖ്. യുഖാലു അൻ സാബിത്ത് ബിൻ ഔസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. തഅബ്ബത്ത് ഷർറിൻ്റെ പേര് സാബിത്ത് ബിൻ ജാബിർ എന്നായിരുന്നു കേട്ടോ. പിന്നെ ഉർബത്ത് ബിൻ ബർദുൽ അബ്സി എന്നാണ്, അദ്ദേഹത്തെയാണ് അമീർ സ്വാലിഖ് എന്ന് വിളിക്കുന്നത്. സ്വാലിഖുകളിൽ അമീറായിട്ടാണ്. ഉയരക്കബു ബി ഉർവത്തി സ്വാലിഖ് എന്നും പേരുണ്ട്. ലിഅന്നഹു ജമഅഹും, അദ്ദേഹമാണ് അവരെ സംഘടിപ്പിച്ചത്. വഖാമ ബി അംരിയും, അവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഉർവയായിരുന്നു. ഹുവ മിൻ അബ്റസ് ഷുഅറായി സ്വാലിഖ്, അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. ഉരിഫ ബിൽ കറം, പക്ഷേ അദ്ദേഹം അറിയപ്പെട്ടത് മാന്യത കൊണ്ടും ഔദാര്യം കൊണ്ടൊക്കെ അറിയപ്പെട്ട ആളാണ്. വഷജാ, ധീരത കൊണ്ടും. ഫാരിസ് മിൻ ഫുർസാൻ മഷ്ഹൂരീൻ, അറിയപ്പെട്ട ഒരു യോദ്ധാവും കൂടിയായിരുന്നു. കുതിര സവാരി അറിയപ്പെട്ട ഒരു ആളും കൂടിയായിരുന്നു ഈ അമീർ സ്വാലിഖ് എന്ന് വിളിക്കുന്ന ഉർവത്ത്.